പട്ടി ചന്തയ്ക്ക് പോയെന്ന് കേട്ടിട്ടുണ്ടോ? ഏകദേശം ആ അവസ്ഥയിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ. ഞങ്ങളെല്ലാവരും കൂടി പെട്ടിയും വട്ടിയും കിടക്കയും എല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് എവിടെയാണെന്ന് അറിയുമ്പോൾ നമ്മുടെ നെട്ടയിലാണ് കേട്ടോ. നെട്ട വഴി നേരെ തൃപ്പരപ്പ്, അതാണ് ലക്ഷ്യം. നെട്ടയിൽ നിന്ന് ഒരു 5 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ തൃപ്പരപ്പ്. അങ്ങനെ അതാ അങ്ങോട്ട് വിട്ടതാണ് കേട്ടോ. അതാ ഒടുവിൽ നെട്ടയിലെത്തിയപ്പോഴോ അതാ ഇങ്ങനെയായി. കഥ മാറിയത് കണ്ടോ? വെള്ളമില്ല. അയ്യോ, എന്താ പറയുക. ഇതിൻ്റെ അകത്ത് കിടന്ന മീനൊക്കെ എന്നാലും എന്തായി കാണും. മീൻ തിന്നാൻ കുതിച്ച് വന്ന ഇപ്പം ഞാൻ ആരായി? ശശി. പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് പേടിച്ച് കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടുത്തെ മെയിനായിട്ടുള്ള മീൻ പൊരിച്ചത് തിന്നാനാണ് ഞാൻ വന്നത്. ഇവിടെ വന്നപ്പോൾ ഇനി അത് കിട്ടൂലേ എന്നോർത്തൊരു സങ്കടം. ഇതാ ഈ കട കണ്ടോ? ഇതാണ് ഞങ്ങൾ ഇതിന് മുന്നേ വന്നപ്പോൾ കയറിയ കടയായിരുന്നു കേട്ടോ. അവിടുത്തെ നല്ല ഫുഡായിരുന്നു. പക്ഷെ എന്നാലും വേറൊരു കടയും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ഇവിടെയൊക്കെ വെള്ളമുണ്ട്, അതുകൊണ്ട് മീൻ കിട്ടുമെന്ന പ്രതീക്ഷ മനസ്സിൽ വന്നു. ഏറ്റവും അവസാനം നമ്മൾ ഈ കടയിലാണ് കേട്ടോ കയറിയത്. ഉപ്പിലിട്ടതും സർവത്ത് ഇങ്ങനെ എന്തൊക്കെ ശരിക്കും ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനും അനിയത്തിയും കൂടി ഇതാ കണ്ടില്ലേ വീഡിയോ എടുപ്പ് തുടങ്ങി കേട്ടോ. എന്തിനും ഏതിനും സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നത് അനിയത്തിയാണ് കേട്ടോ. ഈ അനിയത്തി എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പം എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ വഴിയില്ല കേട്ടോ. ഒരു നാണക്കേടും ചമ്മലും ഒക്കെ കാണുമായിരുന്നു കേട്ടോ. അനിയത്തിയുടെ കൂടെ കൂടിയുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് എനിക്കൊരു മാറ്റം വന്നു കേട്ടോ. ഞാൻ സാധാരണ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ എന്ന് ചെന്ന് വീഡിയോ ഒന്നും എടുക്കുന്ന ആളല്ലായിരുന്നു. അനിയത്തി എന്നെ അതെല്ലാം മാറ്റിയെടുത്തു കേട്ടോ. അതിൻ്റെ ക്രെഡിറ്റ് അനിയത്തിക്ക് തന്നെ കൊടുക്കണം. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഇപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും മാറി മാറി വീഡിയോ എടുക്കണം പോലും. 2:30 ആയി കേട്ടോ. അപ്പോഴും എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നാക്ക് കുളുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ യഥാർത്ഥ എൻ്റെ ശബ്ദം ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ തിരുവനന്തപുരംകാരിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നീട്ടലും നമ്മുടെ സുരാജേട്ടൻ്റെ രീതിയിലുള്ള സംസാരമൊക്കെയാണ് കേട്ടോ ഏറെക്കുറെ എൻ്റെത്. എല്ലാവരും എന്നെ കളിയാക്കുന്നതാണ്. അതാ നമ്മൾ കഴിച്ച വിഭവങ്ങൾ കാണിച്ചാണ്. ഇവക്കൊരു ഊണ്, പിന്നെ ആ 2 കുഞ്ഞുങ്ങൾക്ക് കൂടി 2 പാത്രത്തിൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് തീറ്റ മത്സരം തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇത് ചട്ടിച്ചോറൊന്നുമല്ല കേട്ടോ, നല്ല ഉഗ്രം പഴങ്കഞ്ഞിയാണ് കേട്ടോ. ആ പഴങ്കഞ്ഞിയുടെ കൂടെ മരിച്ചിനിയുണ്ട് കേട്ടോ. ഇത് ഒരാൾക്കായിട്ട് വാങ്ങിച്ചാൽ നഷ്ടമാണ് കേട്ടോ. ഇത്തിരി അത്യാവശ്യം 2 പേർക്ക് തിന്നാനുള്ളത് ആ ചട്ടിക്കകത്തുണ്ട് കേട്ടോ. അത്യാവശ്യം തോനെയാണ്. പിന്നെ നൊത്തോലി ചമ്മന്തി, പപ്പടം, തൈര് മുളക്, ഇതിനെല്ലാം പുറമെ ഒരു വലിയ 2 ഫിഷ് വാങ്ങിച്ചു കേട്ടോ. പിന്നെ എൻ്റെ മോൾക്ക് ഊണാണ് പറഞ്ഞത്. എൻ്റെ മോൾക്കും വേറെ 2 പൊടിക്കുട്ടികളുണ്ടായിരുന്നല്ലോ, അവർക്ക് 2 പേർക്കും കൂടി ഒത്തൊരു ഊണും കൂടിയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഈ വീഡിയോ ഒന്നും ഞാൻ എടുത്തതല്ല, എൻ്റെ മോളെടുത്തതാണ്. അതുകൊണ്ട് ഇതെങ്കിലും ഉണ്ടായി. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിശപ്പായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണമെന്നൊരു ചിന്തയില്ലായിരുന്നു. എങ്ങനെയെങ്കിലും തിന്നണം എന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പം നോക്കിക്കോ, ഒരാൾ കണ്ട തിന്ന് പെരുമ്പാമ്പ് കിടക്കുന്ന പോലെ കിടക്കുന്നത്. അത്യാവശ്യം നമ്മൾ തിന്ന് നന്നായിട്ട് ക്ഷീണിച്ച് കേട്ടോ. ഏകദേശം തൊണ്ട വരെ നിറഞ്ഞു എന്ന് പറഞ്ഞ അവസ്ഥയായി കേട്ടോ. കണ്ടില്ലേ, മറിഞ്ഞ് കിടക്കുന്നു. അടുത്ത മല്ലത്തി അവിടെ തളർന്ന് വീഴുന്ന കിടപ്പുണ്ട് കേട്ടോ. നന്നായിട്ട് ക്ഷീണിച്ച് എണീക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ ഒരു 7up ഒക്കെ കുടിച്ചപ്പോഴാണ് ഒന്നൊരാശ്വാസമായത് കേട്ടോ. അങ്ങനെ വീണ്ടും കാഴ്ചകൾ തുടങ്ങി. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് കുരങ്ങന്മാരെ കണ്ടത്. അവരെയും കണ്ടതാ ഒരു സ്പോട്ട് എത്തിയപ്പോൾ നമ്മൾ നൈസായിട്ട് എല്ലാവരും കൂടി ഇറങ്ങി കേട്ടോ. ഇവിടെ പിറകെ നിന്നാണ് കേട്ടോ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്നെയും കിട്ടണം അവരെയും കിട്ടണം, അതാണ് എൻ്റെ മുഖ്യ ലക്ഷ്യം കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയുമോ? അവരുമായിട്ട് ചിലവഴിക്കാനുള്ള സമയം കിട്ടുന്നില്ല കേട്ടോ. ഞാനും വീഡിയോയും ഫോണുമായിട്ട് ചുരുങ്ങിപ്പോകുന്നു. അതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത് ഞാൻ മറ്റേ കോട്ടൂർ വനത്തിൽ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം എനിക്കൊരു എൻജോയ്മെൻറ്റ് നടന്നില്ല കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല, അത്യാവശ്യം അവരുമായിട്ട് ഞാൻ എൻജോയ്മെൻറ്റ് ചെയ്തു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാനും അവരുമായിട്ട് സമയം കണ്ടെത്താനും ഞാൻ ശ്രമിച്ചു എന്നതാണ് സത്യം. കണ്ടില്ലേ, എല്ലാവരും വെള്ളത്തിലോട്ട് ഇറങ്ങി കേട്ടോ. എന്നെ കൊണ്ടുപോകാതെ ദുഷ്ടമാണ്. അങ്ങോട്ടൊക്കെ പോകണം. എൻ്റെ അനിയത്തി എന്നെ കൂട്ടാതെ. അറിയാം ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന്, അതുകൊണ്ട് എന്നെ ശല്യപ്പെടുത്താറില്ല. മാക്സിമം എൻ്റെ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിന്ന് തരും കേട്ടോ. ഇത്രയും നല്ല അനിയത്തി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അതിൻ്റെ ഇടയ്ക്കാണ് 2 വാനരപ്പടകൾ കൂടി അടിയുണ്ടാക്കുന്നത് കേട്ടോ. പാറപ്പുറത്തിരുന്ന് എൻ്റെ ചേട്ടൻ കണ്ടുകൊണ്ടിരിക്കണം. അതിനെ ഒന്ന് പിടിച്ച് മാറ്റണമെന്നുണ്ടോ? എൻ്റെ ഇടയിൽ ഞാൻ വെള്ളത്തിൽ നിന്ന് കാല് കഴുകാമെന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോഴുണ്ട് അതിൻ്റെ കുറുക്കേ ഒരുത്തൻ മുതലയുണ്ടെന്നും പറഞ്ഞ് 2 പേരും കൂടി സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. 2 പേരും കൂടി എന്നെ പേടിപ്പിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് പുറകെ നിന്ന് നിൽക്കണ ഒരുത്തി. അങ്ങനെ അവരവിടെ വെള്ളത്തിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്
കുറച്ചധികം വണ്ണം കൂടിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. വണ്ണം കുറയ്ക്കണം, എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ പറയുമ്പോൾ ഇവിടെ സ്ഥലത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. സത്യം പറയല്ല, ഞാൻ ഒരു സ്ഥലത്ത് പോകുന്നേ ഉള്ളൂ. അതേത് സ്ഥലം, പേര്, അതേത് വെള്ളമാണ്, ഏത് ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്, ഇങ്ങനെ ഒന്നും ഞാൻ അന്വേഷിക്കാറുമില്ല, ചോദിക്കാറുമില്ല, ഒന്നുമില്ല. ഇത്രയും നല്ലൊരാളെ വേറെ എവിടെയെങ്കിലും കിട്ടുമോ? അങ്ങനെതാ ഇനി കുറച്ച് നേരം അനിയത്തിയുമായിട്ടൊക്കെ കുറച്ച് നേരം കാല് നനയ്ക്കണം, പോകണം. ആ ഉദ്ദേശത്തിലതാ നേരെ അവരെ കൂടെ പോയി കേട്ടോ. ഇനി അവരുമായിട്ട് ക്യാമറ ഓഫാക്കി ഇനി അവരുമായിട്ടുള്ള എൻജോയ്മെൻറ്റിൻ്റെ പുറത്തിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഒരു രഹസ്യം പറഞ്ഞു തരട്ടെ. ഈ വെള്ളത്തിനൊരു കഴിവുണ്ട്. എന്താണെന്നല്ലേ? ഈ വെള്ളത്തിൽ കാല് നനച്ചാൽ കാല് വെളുക്കും. കണ്ടില്ലേ, എൻ്റെ കാല് നന്നായിട്ട് വെളുത്തിരിക്കുന്നു. അപ്പോൾ പിന്നെ ബൈ ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ. ഓക്കെ.